ഫിലിം ഗാരേജിന്റെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 13-ാം തീയതി 2 സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ട്രെയിലറുകൾ റിലീസ് ചെയ്യേണ്ടിരുന്ന ദിവസമായിരുന്നല്ലോ. അതിലൊന്ന് കുബേര എന്ന ധനുഷ് സിനിമയുടേതാണ്. ചിത്രത്തിന്റെ ട്രെയിലർ നാളെ ജൂൺ 14-ാം തീയതി റിലീസ് ആകുന്നതാണ്. മറ്റൊരു സിനിമ കണ്ണപ്പ എന്ന സിനിമയാണ്. ഈ പാൻ ഇന്ത്യൻ സിനിമയുടെ ട്രെയിലറും ഇന്ന് റിലീസ് ചെയ്യേണ്ടിരുന്നതായിരുന്നു. എന്നാൽ വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുബേര പോലെ തന്നെ കണ്ണപ്പയുടെ ട്രെയിലറും നാളെ ജൂൺ 14-ലേക്ക് നീട്ടിയിരിക്കുകയാണ്. നാളെ കേരളത്തിൽ വെച്ചാണ് കണ്ണപ്പ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് നടക്കുക എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. സൂര്യയുടെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമയാണല്ലോ സൂര്യ 45. RJ ബാലാജി സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന സിനിമയുടെ അവസാനഘട്ട ഷൂട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ തൃശ നായകവേഷത്തിലെത്തുന്ന സിനിമയുടെ ടൈറ്റിൽ ടീസറിന്റെ അപ്ഡേറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ജൂൺ 20-ാം തീയതി സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിക്കും. ഒപ്പം തന്നെ ടീസറും പുറത്തു വരുമെന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. മിസ്റ്റർ ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന സിനിമയ്ക്ക് ശേഷം അനുഷ്ക ഷെട്ടി നായകവേഷത്തിലെത്തുന്ന അടുത്ത തെലുഗു പാൻ ഇന്ത്യൻ സിനിമയാണ് ഘാട്ടി. ചിത്രം ജൂലൈ 11-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഡിയോസ് അമിഗോ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആസിഫ് സുരാജ് വെന്നാറമൂട് സിനിമയാണല്ലോ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമ നേരത്തെ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസായിരുന്നു. ഒരാഴ്ച മുന്നേ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സിനിമയുടെ TRP പുറത്തു വരുമ്പോൾ വെറും 2.11 മാത്രമാണ് സിനിമയുടെ TRP. പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലു അർജുൻ നായകനായി എത്തുന്ന സിനിമകളുടെ ലൈനപ്പിലേക്ക് നമ്മുടെ മലയാളത്തിൽ നിന്നും ഒരു സംവിധായകന്റെ സിനിമ കയറാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് എന്നൊരു റൂമർ നിങ്ങൾ തന്നെ കേട്ടിരിക്കുമല്ലോ. അത് ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത അല്ലു അർജുൻ നായകനെത്തുന്ന സിനിമയെക്കുറിച്ചുള്ള റൂമറാണ്. അല്ലുവിൽ നിന്ന് ഒരു പോസിറ്റീവ് നോട്ട് കൂടി ലഭ്യമായെന്ന റിപ്പോർട്ടുകളുള്ള ഈ ചിത്രമായിരിക്കില്ല ബേസിൽ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമ എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അടുത്ത സിനിമ മലയാളത്തിൽ തന്നെ ആയിരിക്കും. അതിനുശേഷമായിരിക്കും അല്ലു അർജുൻ സിനിമയിലേക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നാൽ ബേസിൽ ജോസഫ് കടക്കുക. കാത്തിരിക്കാം സിനിമകളുടെ കൂടുതൽ വാർത്തകൾക്ക്.